നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ള കടലയുടെ മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ദാ ഒരു 250 ml ഒരു കപ്പ് കടലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മളൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ് ഒരു 8 മണിക്കൂർ കേട്ടോ. ഇന്നലെ രാത്രിയിൽ നമ്മൾ ഇട്ടിട്ട് രാവിലെയാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 സവോള എടുത്തിട്ടുണ്ട്. ഒരെണ്ണം അത്യാവശ്യം വലിപ്പമുള്ള സവോളയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും തന്നെ മതിയാകും. അതിനുശേഷം നമുക്ക് കടല വെന്ത് വരുമ്പോഴത്തേക്കിന് ഉപ്പൊക്കെ പാകപ്പെടുത്തി എടുത്താൽ മതി. ഇനി കടലയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ഒരു 4 വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ, ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കഴിഞ്ഞാൽ കടല റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കടല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം കടലയെല്ലാം വെന്ത് ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് മുളക് പൊടിയും കൂടെയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അത്ര തന്നെ മതിയാകും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എരിവ് ഒത്തിരി കൂടിപ്പോകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഇത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് ഒന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ 3 പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ വേറെ പൊടികളൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ വേണം നല്ലതുപോലെ മിക്സ് ചെയ്ത്. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുകും പിന്നെ 2-3 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമ്മൾ ഇത് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ അത് ചേർത്ത് കൂടെ തന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഗരം മസാലയിൽ ഞാൻ പെരിഞ്ചീരകവും കുരുമുളകും ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ, അത് പ്രത്യേകം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ദാ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് നല്ല ഒരു അരപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കടലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചാറിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് പറ്റി വരണം. അപ്പോൾ ചാറ് ചേർക്കുമ്പോൾ കടലയിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അല്ലാതെ ഞാൻ പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് ഒട്ടും വെള്ളമില്ല, കടല നല്ല പറ്റിയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ദാ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കടലക്കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.